എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹോംലി ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ ചില ആളുകൾക്കൊക്കെ രാവിലെ എഴുന്നേറ്റാൽ അപ്പോൾ തുടങ്ങും ഭയങ്കരമായിട്ട് തുമ്മലല്ലേ, തുമ്മൽ, ജലദോഷം, അത് ചുമയായിട്ട് മാറും. ഇങ്ങനെ വിട്ടുമാറാത്ത ജലദോഷമായിരിക്കും. അധികം പേർക്കും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് എങ്ങനെ മാറ്റാം എന്ന് നമുക്ക് നോക്കാം. ചില പൊടിക്കൈകളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ. രാത്രിയായാലും പിന്നെ ഈ മൂക്കടപ്പ് വീണ്ടും തുടങ്ങും. ഇത് എങ്ങനെയാണ് ഇത് വരുന്നത്, എന്താണ് ഇതിൻ്റെ കാരണം എന്നൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. മഴക്കാലമായാലും വേനൽക്കാലമാണെങ്കിലും ഒക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഉണ്ടാകുന്നതാണ്. ചില സമയത്ത് എനിക്കും വരാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ എടുത്ത് നമുക്ക് ഒരു ചെറിയൊരു മരുന്ന് ഉണ്ടാക്കാം. അതിനായിട്ട് വെറും 3 സാധനങ്ങൾ മതി. ആദ്യം വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി നമ്മൾ പൊടിയായിട്ട് ചതച്ച് അരിഞ്ഞ് അതിൻ്റെ നീരെടുക്കുക. ഓക്കെ, അപ്പോൾ അതാ നമ്മൾ നീര് ഇവിടെ റെഡിയാണ്. നീരെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ, അത് നാടൻ മഞ്ഞൾ നമ്മൾ ഉണക്കി പൊടിച്ചത് വേണം. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ തേനും നമ്മൾ ചേർക്കണം. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ഇഞ്ചി നമ്മൾ ചതച്ച് എടുത്തത് നമ്മൾ ഉപയോഗിക്കുകയാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണക്കി പൊടിച്ചതാണെങ്കിൽ വളരെ നല്ലതാണ്. ഇത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ തേന്, തേനും കൂടെ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഓക്കെ, യോജിപ്പിച്ചതിന് ശേഷം ഇത് നമ്മൾ രാവിലെയും രാത്രിയും കഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാം. കുട്ടികൾ കഴിക്കുകയാണെങ്കിൽ അതിന് അവർക്ക് 2.5 ml മാത്രം കൊടുത്താൽ മതി. പക്ഷേ മുതിർന്നവർക്കാണെങ്കിൽ ഒരു 5 ml ഒതുങ്ങും. അപ്പോൾ എന്തായാലും വീട്ടിൽ കിട്ടുന്ന വിഭവങ്ങളൊക്കെ തന്നെയാണിത്. സാധനങ്ങൾ ഇഞ്ചി നമുക്ക് വീട്ടിലുണ്ടാവും, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി എടുക്കുക, അതുപോലെ തേനും. ഇത് 3 കൂടെ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുമ്പോൾ 1/2 ടീസ്പൂൺ ഉപയോഗിച്ചാൽ മതി. ബാക്കി 2ഉം ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബസ്സിലൊക്കെ പണ്ട് ഞാൻ കുഞ്ഞിലെ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇഞ്ചി മിഠായി എന്നൊക്കെ പറഞ്ഞ് പോകാറില്ലേ, ആ ഇഞ്ചി മിഠായിയുടെ അതേ ടേസ്റ്റാണ്. നല്ല സംഭവമൊക്കെ നല്ല കിടിലനാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റൊരു ടിപ്പുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.